പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ട് ചെറുപ്പക്കാരായ യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. 18ഉം 21ഉം വയസ്സുള്ള രണ്ട് യുവാക്കൾ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൊണ്ടോട്ടി സ്വദേശികളാണ് രണ്ട് യുവാക്കളും. ബൈക്ക് അപകടമാണ്. ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത്. റബ്ബേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കോഴിക്കോട് കല്ലായിലുണ്ടായ വാഹനാപകടത്തിൽ കൊണ്ടോട്ടി സ്വദേശികളായ രണ്ട് സുഹൃത്തുക്കൾ മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. പലയിടത്തുനിന്നായി മരണപ്പെട്ടവരുടെ വിവരം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. കോടങ്ങാട് ഇളനീർക്കര കൊച്ചാമ്പിളി അമീർ അലി ഖദീജ ദമ്പതികളുടെ മകൻ മുഹമ്മദ് സാബിത്ത് 21 വയസ്സ്, മഞ്ഞപ്പുലത്ത് മുഹമ്മദ് അലിയുടെയും റസിയയുടെയും മകൻ മുഹമ്മദ് റിയാസ് 18 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ച ബൈക്കും ബസ്സുമായി കൂട്ടിയിടിച്ചാണത്രേ അപകടമുണ്ടായത്. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. ആമീൻ. സാബിത്ത് ഓട്ടോമൊബൈൽ കോഴ്സ് വിദ്യാർത്ഥിയും സിയാദ് വായക്കാട് ITI വിദ്യാർത്ഥിയുമാണ്. ആ രണ്ട് മക്കൾക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. മരണം എല്ലാവർക്കും നടക്കും, എല്ലാ വീട്ടിലും ഉണ്ടാകും, പലയിടത്തും ഉണ്ടാകും. നമുക്കറിയാവുന്നവർക്കൊക്കെ നമ്മൾ പരസ്പരം ദുആ ചെയ്യാം. അവരുടെ മാതാപിതാക്കൾ ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ. ആ മക്കളുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ, മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, സ്വർഗത്തിന്റെ ആ വെളിച്ചം ആ ഖബറിലേക്ക്, മക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. റബ്ബേ, മാഫിറത്ത് കൊടുക്കണേ റബ്ബേ, മർഹമത്ത് കൊടുക്കണേ റബ്ബേ. റബ്ബേ, പെട്ടെന്നുള്ള അപകട മരണമാണ് റബ്ബേ. ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല റബ്ബേ. ആ മാതാപിതാക്കൾ ഈ ജന്മം എങ്ങനെ ഇത് മറക്കും റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ സഹനശക്തി കൊടുക്കണം റബ്ബേ, സഹനശക്തി കൊടുക്കണം റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റബ്ബേ. അർഹമുറായിമായ റബ്ബേ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബേ, പൂർണ്ണ ശിഫ നൽകണ റബ്ബേ. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ, കുടിവെള്ളം ഇറക്കാൻ പറ്റാതെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബേ. കുടിവെള്ളം ഇറക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പേരുണ്ട് റബ്ബേ. ഒരു നേരത്തെ കുടിവെള്ളം ഇറക്കാനെങ്കിലും അവർക്ക് പൂർണ്ണ ശിഫ നൽകണ റബ്ബേ, പൂർണ്ണ ശിഫ നൽകണ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുക. ആഫിയത്തിന് വേണ്ടി എന്നും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ മക്കൾക്കും മരണപ്പെട്ട ഈ രണ്ട് മക്കൾക്കും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക. അപ്പോൾ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.